ഹായ് ഓൾ, എല്ലാവർക്കും AZP അക്കാദമിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ജോഗ്രഫിയിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PSC പരീക്ഷകളിൽ നിറസാന്നിധ്യമായിട്ടുള്ള ഒരു മേഖലയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം ഈ കഴിഞ്ഞ PSC പരീക്ഷകളിലെല്ലാം തന്നെ ഈ ഒരു മേഖലയിൽ നിന്നും മിനിമം ഒരു ചോദ്യമെങ്കിലും വന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ജോഗ്രഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഉപദ്വീപീയ പീഠഭൂമി എന്നത്. ഒക്കെ ഡിഗ്രി ലെവൽ പ്രിലിമിനറി മെയിൻസ് പരീക്ഷകളിലും അതേപോലെ LD ലെവലുള്ള 10ാം തരം +2 ലെവൽ എക്സാമുകൾക്കൊക്കെ തന്നെ ഈ ഒരു മേഖലയിൽ നിന്നും PSC നിരന്തരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഓക്കെ, PSCയുടെ ഒരു ഇഷ്ട മേഖലയാണ് ഉപദ്വീപീയ പീഠഭൂമി എന്നത്. ഓക്കെ, ഇതൊരു വലിയ ടോപ്പിക്കാണ്. അപ്പം ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുമ്പോൾ നമുക്കതിൽ കുറേ സബ് കാറ്റഗറൈസേഷനൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഉപദ്വീപീയ പീഠഭൂമിയെ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് വിഭജിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വൃത്തിയായിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ആവശ്യമുള്ള പോയിന്റുകൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതി അത് നിങ്ങൾക്ക് പിന്നീട് എന്ത് ചെയ്യാം, റിവിഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ LD മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് ബാച്ച് ഇപ്പം റണ്ണിങ് ആണ്. അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് ഒരു താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ എന്ത് ചെയ്യുക, ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും മെൻറ്റേഴ്സ് നൽകുന്നതായിരിക്കും. അപ്പം ഇതിന് ഈ ഒരു കോഴ്സിന് ഫീസ് വരുന്നത് 800 രൂപയാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കാം. ഓക്കെ, ഞാനിവിടെ ആദ്യം തന്നെ 2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ 10th ലെവൽ എക്സാം പ്രിലിമിനറി എക്സാമുകളിൽ വന്ന ചോദ്യങ്ങളാണ് ഇവ രണ്ടും. ഓക്കെ, അപ്പോൾ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, എന്താണ് ചോദ്യം? ധാതുക്കളുടെ കലവറ. ഓക്കെ, ധാതുക്കളുടെ കലവറ ഏതൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? തീരസമതലങ്ങൾ, ഉപദ്വീപീയ പീഠഭൂമി, ഉത്തരപർവ്വത മേഖല, ദ്വീപ സമൂഹം. ഓക്കെ, അപ്പോൾ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഉത്തരം നമുക്ക് അവസാനം ചർച്ച ചെയ്യാം. അതേപോലെ രണ്ടാമത്തെ ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഈ ഒരു ചോദ്യം PSC ഒന്നിലധികം തവണ ചോദിച്ച ചോദ്യമാണ്. അപ്പം ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്നാണ് ചോദ്യം. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം: ആനമുടി, ആരവല്ലി, അഗസ്ത്യാർകൂടം. ഇവയൊന്നുമല്ല. ഓക്കെ, ഈ 2 ചോദ്യങ്ങളുടെയും ഉത്തരം നമുക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് 2 നിങ്ങൾക്ക് ഒന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് 2 ചോദ്യങ്ങൾ കൊടുത്തതേ ഉള്ളൂ. ഈ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന ചോദ്യം ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അല്ലെങ്കിൽ ഡെക്കാൻ പ്ലാറ്റ്യൂ, ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നൊക്കെ ചോദ്യം വരാറുണ്ട്. ഇതിനൊക്കെ ഒരേ ഉത്തരമാണ് ഉള്ളത്. അപ്പം ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും കൂടിയ കൊടുമുടി അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്നൊക്കെ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വളച്ചൊടിച്ച് PSC എന്ത് ചെയ്യാം, ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഉത്തരം എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ്സിൻ്റെ അവസാനം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്കറിയാം ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ, ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള, അതേപോലെ ലാർജസ്റ്റ്, ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ഭൂവിഭാഗമാണ് ഏത്, ഈ ഉപദ്വീപീയ പീഠഭൂമി എന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഓർത്തിരിക്കുക, ഉപദ്വീപീയ പീഠഭൂമിയുടെ സവിശേഷതയാണ് എന്താണ്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ, ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള, അതേപോലെ തന്നെ ഏറ്റവും വലിയതുമായിട്ടുള്ള ഭൂവിഭാഗമാണ് ഇത് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം കൃത്യമാണല്ലോ. ഓക്കെ, മറ്റേതൊക്കെ ഭൂവിഭാഗങ്ങളാണുള്ളത്, മറ്റേതൊക്കെ ഭൂവിഭാഗങ്ങളാണുള്ളത്? ഹിമാലയാസ് ഉണ്ട് അല്ലേ, ഹിമാലയാസ് ഉണ്ട്. ഗ്രേറ്റ് പ്ലെയിൻസ് ഉണ്ട് അല്ലേ, ഗ്രേറ്റ് പ്ലെയിൻസ് ഉണ്ട്. ദ്വീപ സമൂഹങ്ങളുണ്ട്, മരുഭൂ വിഭാഗമുണ്ട്. അതേപോലെ മറ്റൊരു വിഭാഗമാണിത് ഉപദ്വീപീയ പീഠഭൂമി എന്നത്. ഓക്കെ, അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി എന്നത് എന്താണ്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ഭൂവിഭാഗമാണ്. ഒന്നാമത്തെ പോയിന്റ് കൃത്യമാണല്ലോ. ഇതറിയപ്പെടുന്നത് എന്താണ്, ധാതുക്കളുടെ കലവറ. ധാതുക്കളുടെ കലവറ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഉപദ്വീപീയ പീഠഭൂമി അറിയപ്പെടുന്നുണ്ട് അല്ലേ. ഇവിടെ ചോദ്യം നിങ്ങൾ കണ്ടോ, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം ഏതാണ്? നമുക്ക് ഉത്തരത്തിലേക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലായല്ലോ നിങ്ങൾക്കത്. ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത്. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യ ഭൂവിഭാഗം ഏത്
എന്താണ് ഇത്? നമ്മൾ മറക്കോ? ഇല്ല. എന്താണ്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയാണ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ്? പരുത്തി, പയർവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി. ഇപ്പം പരുത്തി, കരിമ്പ് എന്നിവ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാം അവിടെ ഉണ്ടാവുന്ന മണ്ണിനം ഏതായിരിക്കും? ബ്ലാക്ക് സോയിലാണ്, അല്ലെങ്കിൽ റിഗർ സോയിൽ അല്ലേ? കറുത്ത പരുത്തി മണ്ണാണ് അല്ലേ? കരിമ്പിനും പരുത്തി കൃഷിക്കും അനുയോജ്യമായിട്ടുള്ള മണ്ണിനം. അപ്പം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മണ്ണിനമാണ് ഇത് കറുത്ത പരുത്തി മണ്ണ് എന്ന് പറയുന്നത്. ഓക്കെ, കൃത്യമാണല്ലോ. അതേപോലെ തന്നെ ലാറ്ററൈറ്റ് സോയിലും ഈ ഒരു പ്രദേശത്ത് കൂടുതലായി കാണപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മണ്ണിനമാണ്. ഇപ്പോൾ കറുത്ത മണ്ണും ലാറ്ററൈറ്റ് സോയിലും ഇവിടെ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട രണ്ട് മണ്ണിനങ്ങളാണ് എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട പർവ്വത നിരകളാണ്. ഏതൊക്കെയാണ്? ആരവല്ലി. നമ്മളൊക്കെ ജിയോഗ്രഫിയിൽ ആരവല്ലി പഠിക്കാറുണ്ട് അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആരവല്ലിയെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ വരുന്ന സ്ലൈഡുകളിൽ ആരവല്ലിയെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ, അടുത്തതെന്താണ്? വിന്ധ്യ സത്പുര നിരകൾ അല്ലേ? വിന്ധ്യ സത്പുര നിരകൾ. ഇപ്പം ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നൊക്കെ വേർതിരിക്കുന്നത് വിന്ധ്യൻ നിരകളാണ് അല്ലേ? അപ്പം മൂന്നാമത്തെ ഏതാണ്? പശ്ചിമഘട്ടം നമ്മൾ ഇംഗ്ലീഷിൽ വെസ്റ്റേൺ ഘട്ടം എന്നാണ് അറിയപ്പെടുന്നത്. മറ്റൊന്ന് പൂർവ്വഘട്ടം, ഈസ്റ്റേൺ ഘട്ട്. മറ്റൊന്ന് മൈക്കല കുന്നുകൾ, കൈമൂർ, രാജ്മഹൽ, മഹാദേവ കുന്നുകൾ. ഇവയൊക്കെ പെനിൻസുലാർ പ്ലാറ്റ്യൂവിലെ പ്രധാനപ്പെട്ട പർവ്വത നിരകളാണ്. അപ്പം നമ്മളോട് മാച്ച് ദി ഫോളോയിങ് ഒക്കെ ചോദിക്കും. അപ്പോൾ പെനിൻസുലാർ പ്ലാറ്റ്യൂ, അപ്പോൾ ഇതിലേതെങ്കിലും ഒരു പർവ്വതനിരയായിരിക്കും തരിക, അല്ലെങ്കിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇപ്പോൾ 3 തന്ന് മറ്റൊരു പർവ്വതനിര കൂടി തന്നിട്ട് നമ്മളോട് പെനിൻസുലാർ പ്ലാറ്റ്യൂവിൻ്റെ ഭാഗമല്ലാത്ത പർവ്വതനിര ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പം പെനിൻസുലാർ പ്ലാറ്റ്യൂവിൻ്റെ ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ആരവല്ലി, വിന്ധ്യ സത്പുര, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, മൈക്കല കുന്നുകൾ, ഖൈമൂർ, രാജ്മഹൽ ആൻഡ് മഹാദേവ കുന്നുകൾ. അപ്പോൾ തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട പർവ്വത നിരകൾ. ഓക്കെ, നമുക്കിവിടെ ഒരു മാപ്പ് കാണാൻ കഴിയും അല്ലേ? പെനിൻസുലാർ പ്ലാറ്റ്യൂവിൻ്റെ ഒരു മാപ്പാണ്. ഇപ്പോൾ പെനിൻസുലാർ പ്ലാറ്റ്യൂ ഒരുപാട് പ്ലാറ്റ്യൂസ് കൂടി ചേർന്നിട്ടാണ് ഈ പെനിൻസുലാർ പ്ലാറ്റ്യൂ ഉണ്ടാകുന്നത്. ഓക്കെ, നമുക്കതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡെക്കാൻ പ്ലാറ്റ്യൂവിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ പെനിൻസുലാർ പ്ലാറ്റ്യൂവിനെ നമുക്ക് 3 തരംതിരിക്കാൻ കഴിയും. ഒരുപാട് പ്ലാറ്റ്യൂസ് ഉണ്ട്, നമ്മൾ കാണുന്നില്ലേ ഇവിടെ? ബുന്ദേൽഖണ്ഡ് പ്ലാറ്റ്യൂ, ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ, മാൽവ പ്ലാറ്റ്യൂ, ബഘേൽഖണ്ഡ് പ്ലാറ്റ്യൂ, ഡെക്കാൻ പ്ലാറ്റ്യൂ, കർണാടക പ്ലാറ്റ്യൂ, തെലങ്കാന പ്ലാറ്റ്യൂ, ദന്തകാരണ്യ പ്ലാറ്റ്യൂ, ഷില്ലോങ് പ്ലാറ്റ്യൂ. അപ്പോൾ ഇവയൊക്കെ കൂടി ചേർന്നിട്ടാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂ ഉണ്ടായിട്ടുള്ളത്. അപ്പം പെനിൻസുലാർ പ്ലാറ്റ്യൂവിനെ നമുക്ക് പഠിക്കുന്ന സൗകര്യാർത്ഥം എന്ത് ചെയ്യാം? 3 തരംതിരിക്കാൻ കഴിയും. ഏതൊക്കെയാണ് വർഗീകരണം? ഒന്നാമത്തേത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ? ഡെക്കാൻ പ്ലാറ്റ്യൂ ഒന്നാമത്തെ എന്താണ്? ഡെക്കാൻ പീഠഭൂമി. കൃത്യമാണല്ലോ. ഈ ഒരു ത്രികോണ ഷേപ്പിലുള്ള ഒരു പീഠഭൂമിയാണ് ഇത് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ് കർണാടക പീഠഭൂമിയും തെലങ്കാന പീഠഭൂമിയും ദണ്ഡകാരണ്യ പീഠഭൂമിയും ഒക്കെ. അടുത്തതാണ് മധ്യമേടുകളാണ് രണ്ടാമത്തത്. ഈ ഒരു പ്രദേശമാണ് മധ്യമേടുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, മധ്യമേടുകൾ എന്നറിയപ്പെടുന്നത് ഈ ഒരു പ്രദേശമാണ്. ഇവിടെ നമുക്ക് ഏതൊക്കെ പ്ലാറ്റ്യൂസ് ആണ് കാണാൻ കഴിയുന്നത്? മാൽവ പ്ലാറ്റ്യൂ ഉണ്ട്, ബുന്ദേൽഖണ്ഡ് പ്ലാറ്റ്യൂ ഉണ്ട്, ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ ഉണ്ട്, ബഘേൽഖണ്ഡ് പ്ലാറ്റ്യൂ. ബഘേൽഖണ്ഡ്, മാൾവ പ്ലാറ്റ്യൂ, ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ തുടങ്ങിയവയാണ് സെൻട്രൽ ഹൈലാൻഡ് എന്നാണ് കേട്ടോ പറയുക. സെൻട്രൽ ഹൈലാൻഡ് അല്ലെങ്കിൽ മധ്യമേടുകളിൽ ഉള്ള പീഠഭൂമികൾ. മൂന്നാമത്തെ ഒരു ടൈപ്പാണ് ഇത് വടക്ക് കിഴക്കൻ പീഠഭൂമി എന്ന് പറയുമ്പോൾ മേഘാലയയും അസാമും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശത്തുള്ള പീഠഭൂമിയാണ്. അതിനറിയപ്പെടുന്നത് മേഘാലയ പീഠഭൂമി അല്ലെങ്കിൽ ഷില്ലോങ് പീഠഭൂമി എന്നാണ്. അപ്പം പെനിൻസുലാർ പീഠഭൂമിയെ നമുക്ക് 3 തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഡെക്കാൻ പീഠഭൂമി, മധ്യമേടുകൾ, അതേപോലെ വടക്ക് കിഴക്കൻ പീഠഭൂമി. ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്യൂസാണ് പെനിൻസുലാർ പ്ലാറ്റ്യൂവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാനുള്ളത്. ഇവയെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മളതിനെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, ഇവയെല്ലാം കൂടി ചേർന്ന് നമ്മൾ പറയുന്ന പേരാണെന്ത്? ഉപദ്വീപീയ പീഠഭൂമി. കൃത്യമായല്ലോ, എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിരുന്നു ഡെക്കാൻ പീഠഭൂമി. നമ്മൾ പെനിൻസുലാർ പ്ലാറ്റ്യൂവിനെ 3 തരംതിരിച്ചു. ഒന്ന് ഡെക്കാൻ പീഠഭൂമി, മധ്യമേടുകൾ, മൂന്നാമത്തെ ഏതായിരുന്നു? വടക്ക് കിഴക്കൻ പീഠഭൂമി. അപ്പോൾ ഒന്നാമത്തെ പീഠഭൂമിയായിട്ടുള്ള ഡെക്കാൻ പീഠഭൂമി. അപ്പം ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം
പെനിൻസുലാർ പീഠഭൂമി അല്ലെങ്കിൽ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ്. അപ്പം ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഇത് ഡെക്കാൻ പീഠഭൂമി. ഒന്നാമത്തെ കാര്യം കൃത്യമാണല്ലോ. എന്താണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതെന്ന് ചോദിച്ചാൽ അത് ഡെക്കാൻ പീഠഭൂമിയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. PSC ഇതിനു മുന്നേ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഡെക്കാൻ പീഠഭൂമി എന്താണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി ബസാൾട്ടിക് ലാവയിൽ നിന്നുണ്ടായ ഏറ്റവും വലിയ പീഠഭൂമിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയതാണ് കേട്ടോ, ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാവ അതായത് വോൾക്കാനിസത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായിട്ടുള്ള പീഠഭൂമിയാണ് ഇത് ഡെക്കാൻ പീഠഭൂമി. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി എന്നാണ് അറിയപ്പെടുന്നത്. നേരത്തെ നമ്മൾ ചിത്രം വരച്ച സമയത്ത് കണ്ടില്ലേ, ഇതൊരു ത്രികോണാകൃതിയിലാണ് അല്ലേ, ത്രികോണ ആകൃതിയിലാണ്. ഓക്കെ, ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈലാണ്. അപ്പോൾ ഇതൊരു ത്രികോണാകൃതിയിലുള്ള പീഠഭൂമി ഏതെന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഡെക്കാൻ പീഠഭൂമിയുടെ ഫീച്ചേഴ്സിൽ ത്രികോണാകൃതി എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യം വരാറുണ്ട്. ത്രികോണാകൃതിയിലുള്ള പീഠഭൂമിയാണ് ഇത് ഡെക്കാൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഏതാണ് ആകൃതി? ത്രികോണ ആകൃതിയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ, ത്രികോണ ആകൃതിയിലാണ് ഡെക്കാൻ പീഠഭൂമി. ഓക്കെ, അടുത്തത് ഈ പ്രധാനപ്പെട്ട നദികൾ. ഇപ്പോൾ ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഗോദാവരി ഉണ്ട് അല്ലേ. ഗോദാവരിയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഇത് ഗോദാവരി. ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്നത് ഗംഗാ നദിയാണ്. ഗംഗ കഴിഞ്ഞാൽ രണ്ടാമത്തേത് ഏതാണ്? ഗോദാവരിയാണ്. ഈ കൃഷ്ണാ നദിക്ക് മറ്റൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത? ഗോദാവരി കഴിഞ്ഞാൽ മൂന്നാമത്തെ, അതായത് ഗംഗാ നദി, ഗോദാവരി, കൃഷ്ണ, ഇവ മൂന്നുമാണ് ആദ്യത്തെ ഏറ്റവും വലിയ നദികൾ ഇന്ത്യയിലെ. അപ്പം ഗോദാവരി രണ്ടാമത്തെ വലിയ നദിയാണ്. കൃഷ്ണ നദിയാണെങ്കിലോ മൂന്നാമത്തെ വലിയ നദി ഏതാണ്? കൃഷ്ണ നദിയാണ്. അപ്പം ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി ഒഡീഷയിലൂടെയാണ് കൂടുതലും ഒഴുകുന്നത്. മഹാനദി, താപ്തി. അപ്പം ഗോദാവരി നദി, കൃഷ്ണ നദി, കാവേരി നദി, മഹാനദി, താപ്തി. അപ്പം ഇതിൽ ഈ 5 നദികളിൽ കൂട്ടത്തിൽ പെടാത്ത നദി ഏതെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഈ 5 നദികൾ തന്നിട്ട് കൂട്ടത്തിൽ പെടാത്ത നദി ഏതെന്ന് പറഞ്ഞ് ചോദ്യം വരാം. എന്താണ് അതിന് പറയാൻ കാരണമെന്ന് നിങ്ങൾ പറയണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഗോദാവരി, ഇതൊക്കെ ഈ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ്. ഇത് ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി, താപ്തി. ഓക്കെ, അത് കൃത്യമാണല്ലോ. എല്ലാം ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികളാണ്. ഇനി ഈ താഴെ നൽകിയിരിക്കുന്ന നദികളിൽ ഒരു നദി വ്യത്യസ്തമായ ഒരു ഫീച്ചറുള്ള നദിയാണ്. ഞാൻ പറയാം, താപ്തി നദിയാണ്. താപ്തി നദി എന്തുകൊണ്ടായിരിക്കും താപ്തി നദി ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് പറയാൻ കാരണം? താപ്തി നദി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്. നർമ്മദാ നദിയും താപ്തി നദിയും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയാണ്. ബാക്കി ഗോദാവരിയും കൃഷ്ണയും കാവേരിയും മഹാനദിയും കിഴക്കോട്ട് ഒഴുകുന്ന, അതായത് വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകുന്ന നദികളാണ് ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. ഇവിടെ താപ്തി നദിയുടെ പ്രത്യേകത എന്താണ്? അത് പടിഞ്ഞാറോട്ട് അല്ലെങ്കിൽ അറബിക്കടലിലേക്ക് ഒഴുകുന്ന നദിയാണ് താപ്തി നദി. ഇനി ഡെക്കാൻ പീഠഭൂമിയുടെ ചെരിവ് ചോദിക്കാറുണ്ട്. ചെരിവ് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കണം, പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് കേട്ടോ. ഡെക്കാൻ പീഠഭൂമിയുടെ ചെരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ഈ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഇതിൻ്റെ ചരിവ്. അതുകൊണ്ടാണ് ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി തുടങ്ങി ഏറ്റവും മെജോറിറ്റി നദികൾ എന്ത് ചെയ്യുന്നത് ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കോട്ട്, അതായത് ബേ ഓഫ് ബംഗാളിലേക്ക് ഒഴുകി പോകുന്നത്. നേരെ മറിച്ച് പടിഞ്ഞാറോട്ടായിരുന്നു ഇതിൻ്റെ ചരിവെങ്കിലും എന്തായിരിക്കും അവസ്ഥ? ഈ മെജോറിറ്റി ഓഫ് റിവേഴ്സ് ഉണ്ടാവും അറബിക്കടലിലേക്ക് ഒഴുകി പോകുമായിരുന്നു. ഓക്കെ, അപ്പം ഡെക്കാൻ പീഠഭൂമിയുടെ ചരിവ് ചോദിക്കാറുണ്ട്. എന്താണ്? പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ഈ ചരിവ് കാരണമാണ് മെജോറിറ്റി റിവേഴ്സും താപ്തി നദി ഒഴികെയുള്ള മറ്റു മെജോറിറ്റി റിവേഴ്സും എന്ത് ചെയ്യുന്നത് കിഴക്കോട്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകി പോകുന്നത്. ഇതൊരു പ്രത്യേകതയാണ്, പഠിച്ചു വെക്കണം. ചോദ്യം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഡെക്കാൻ പീഠഭൂമിയിൽ ഉൾക്കൊള്ളുന്ന മറ്റു പീഠഭൂമികൾ ഏതൊക്കെയാണ്? മൈസൂർ പീഠഭൂമിയുണ്ട്. എന്താണ് മൈസൂർ പീഠഭൂമി? മൈസൂർ പ്ലാറ്റ്യൂ. മറ്റൊന്ന് കർണാടക പീഠഭൂമിയാണ്, കർണാടക പ്ലാറ്റ്യൂ. വയനാട് പ്ലാറ്റ്യൂ ഉണ്ട്. തെലങ്കാന പീഠഭൂമിയുണ്ട്. മഹാരാഷ്ട്ര പീഠഭൂമി. ഈ പീഠഭൂമികളൊക്കെ ഡെക്കാൻ പീഠഭൂമിയിൽ ഉൾക്കൊള്ളുന്ന പീഠഭൂമികളാണ്. കൃത്യമാണല്ലോ പറഞ്ഞ കാര്യം? ഓർത്തിരിക്കുക, മൈസൂർ പീഠഭൂമി, കർണാടക പീഠഭൂമി, വയനാട് പീഠഭൂമി, തെലങ്കാന പീഠഭൂമി, മഹാരാഷ്ട്ര പീഠഭൂമി, ഇവയൊക്കെ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ്.
ഇനി ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഡെക്കാൻ പ്ലാറ്റ്യൂവിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. നേരത്തെ നമ്മൾ ആനമുടിയുടെ മറ്റൊരു ഫീച്ചർ പഠിച്ചിരുന്നു. എന്തായിരുന്നു ചോദ്യം? നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നോ? രണ്ടാമത്തെ ചോദ്യം, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ഇതേ ആനമുടി ഡെക്കാൻ പീഠഭൂമിയിലെയും ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമിയാണ്. ആനമുടിയുടെ ഹൈറ്റ് PSC ചോദിച്ചിട്ടുണ്ട്. എത്രയാണ് ഹൈറ്റ്? 2695 മീറ്റർ. ക്ലിയർ ആണല്ലോ? 2695 മീറ്ററാണ് ആനമുടിയുടെ ഹൈറ്റ് വരുന്നത്. അപ്പം ആനമല, ഏലമല, പളനിമല ഒക്കെ കൂടിച്ചേരുന്ന ഒരു പ്രദേശമാണ് ഇത് ആനമുടി കൊടുമുടി എന്ന് പറയുന്നത്. ആനമലയും ഏലമലയും പളനിമലയും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ചുറ്റുമുണ്ട് എന്ന കാര്യം എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടിയാണ്. ഡെക്കാൻ പീഠഭൂമിയിലെയും ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? ആനമുടിയുടെ ഹൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 2695 മീറ്ററാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണല്ലോ. ഇതൊക്കെ PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ക്ലാസ് കഴിയുന്തോറും എന്ത് ചെയ്യണം? പഠിച്ചു പോകണം. ഇനി ഇവിടുന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? മാർക്ക് സ്കോർ ചെയ്യണം. ഇനി കൊടൈക്കനാൽ എന്താണ്? പളനി കുന്നുകളിലാണ്. ഓക്കെ, പളനി കുന്നുകളിലാണ്. പളനിമലയും ആനമലയും ഏലമലയും ഒക്കെ എന്താണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമാണ് അല്ലേ? അപ്പോൾ കൊടൈക്കനാൽ പളനി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്നു. പളനി കുന്നുകളിലാണ്. ഓക്കെ, പളനി കുന്നുകളിലാണ് കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത്. കൊടൈക്കനാലിൻ്റെ ഒരു വിശേഷണമാണിത്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. ഈ കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പളനി കുന്നുകളിലാണ്. ഓക്കെ, നിങ്ങൾ ചോദ്യം കണ്ടോളൂ. PSC ചോദിച്ച ചോദ്യമാണ്. ഞാൻ കയ്യിലെടുത്തിട്ട ചോദ്യമല്ല. PSC ഈ അടുത്ത് നടന്ന ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. പളനി മലകളിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ പളനി മലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണെന്നാണ് PSCയുടെ ചോദ്യം. ഏതാണ്? നിങ്ങൾക്കറിയാം, കൊടൈക്കനാലാണ് അല്ലേ? നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം പളനി കുന്നുകളിലാണ് കൊടൈക്കനാൽ. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നാണ് കൊടൈക്കനാൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക. അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പം PSC എല്ലാ പരീക്ഷകളിലും ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ജോഗ്രഫി പഠിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഏരിയ വിട്ട് കളയാൻ പാടില്ല. ഓക്കെ ആണല്ലോ? നമ്മുടെ LGS ക്രാഷ് കോഴ്സ് ഫീസ് വരുന്നത് 999 രൂപയാണ്. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക? കോൺടാക്റ്റ് ചെയ്യുക. അപ്പം ഏറ്റവും ബൃഹത്തായിട്ടുള്ള, ഏറ്റവും എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലകളൊക്കെ നമ്മൾ തരം തിരിച്ച് വെച്ച് നല്ല രീതിയിൽ നിങ്ങൾക്ക് ബൂസ്റ്ററായിട്ടുള്ളൊരു കോഴ്സാണിത്. താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക? കോൺടാക്റ്റ് ചെയ്യുക. കോഴ്സിൻ്റെ ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ കഴിയും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയിലെ മറ്റൊരു സവിശേഷതയാണ് പശ്ചിമഘട്ടം. നമ്മൾ വെസ്റ്റേൺ ഘട്ടം എന്ന് പറയും അല്ലേ? കസ്തൂരിരംഗൻ റിപ്പോർട്ടൊക്കെ നമ്മൾ എന്താണ്? പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട അല്ലേ? മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട്, കസ്തൂരിരംഗൻ റിപ്പോർട്ട് പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് അല്ലേ? പശ്ചിമഘട്ടം കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. ആ സംസ്ഥാനങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങൾ? ഗുജറാത്ത് അല്ലേ? മിസ്സായിട്ടുണ്ട്. ഗുജറാത്താണ് കേട്ടോ. ഗുജറാത്ത്. മഹാരാഷ്ട്രയുണ്ട്. ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. അപ്പം എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്? 6 സംസ്ഥാനങ്ങളിലൂടെയാണ്. ഏതൊക്കെയാണ് ആ സംസ്ഥാനങ്ങൾ? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം. ഓക്കെ, ഇനി മഹാരാഷ്ട്രയിൽ ഈ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരെന്താണ്? സഹ്യാദ്രി എന്നാണ് അറിയപ്പെടുന്നത്. ഇതും PSC ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്ന പേരെന്താണ്? സഹ്യാദ്രി. തമിഴ്നാട്ടിലും കർണാടകയിലും അറിയപ്പെടുന്ന പേരെന്താണ്? നീലഗിരി എന്നാണ് കേട്ടോ. നീലഗിരി മല എന്നാണ് തമിഴ്നാട്ടിലും കർണാടകയിൽ പശ്ചിമഘട്ടം അറിയപ്പെടുന്നത്. നീലഗിരി മല. കേരളത്തിൽ അറിയപ്പെടുന്ന പേരെന്താണ്? സഹ്യപർവ്വതം. കേരളത്തിൽ നമ്മൾ സഹ്യപർവ്വതം എന്നാണ് പശ്ചിമഘട്ടത്തെ വിളിക്കാറുള്ളത്. പശ്ചിമഘട്ടത്തിൻ്റെ 3 പേരുകളാണ്. ഈ പേരുകൾ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്നതാണെന്ന് PSC ചോദിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ നീലഗിരി മല, കേരളത്തിൽ സഹ്യപർവ്വതം എന്നാണ് പശ്ചിമഘട്ടം അറിയപ്പെടുന്നത്. ഇതൊരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. പശ്ചിമഘട്ടം എന്താണ്? ഒരു ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടാണ്. ഓക്കെ, അടുത്തത് പൂർവ്വഘട്ടം. പൂർവ്വഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ്റ്റേൺ ഘട്ടമാണ് അല്ലേ? ഈസ്റ്റേൺ ഘട്ടമാണ്. അപ്പോൾ ഇത് തുടർച്ചയില്ലാത്തത്, ഇത് മുറിഞ്ഞുള്ള മലകളാണ്. ഓക്കെ, പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറാണ്.
പൂർവ്വഘട്ടം എന്ന് പറഞ്ഞാൽ കിഴക്കാണ് കേട്ടോ. ബേ ഓഫ് ബംഗാളിനെ അഭിമുഖീകരിച്ചാണ് പൂർവ്വഘട്ടം ഉള്ളത്. പൂർവ്വഘട്ടത്തെ പ്രത്യേകത എന്താണ്? ഇത് മുറിഞ്ഞുള്ള മലകളാണ്. തുടർച്ചയായിട്ടുള്ള മലകൾ എവിടെയാണ് കാണപ്പെടുന്നത്? പശ്ചിമഘട്ടത്തിലാണ്. പൂർവ്വഘട്ടം തുടർച്ചയില്ലാത്തത് ഇങ്ങനെ തന്നെ പഠിച്ചു നോക്കണം. പൂർവ്വഘട്ടം തുടർച്ചയില്ലാത്ത മലനിരകളാണ്. ഓക്കെ, പൂർവ്വഘട്ടം എന്ന് പറയും തുടർച്ചയില്ല. ഈ ഒരു പിക്ചറിൽ നിങ്ങൾ ഇത് കണക്റ്റ് ആണോ ഈ ലൈനുകൾ? അല്ല. പശ്ചിമഘട്ടം ആണെങ്കിലോ അത് തുടർച്ചയായ മലനിരകളാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. PSC ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ. പൂർവ്വഘട്ടം തുടർച്ചയായി കാണപ്പെടുന്നു. ശരിയോ തെറ്റോ? തെറ്റാണ്. പൂർവ്വഘട്ടം തുടർച്ചയില്ലാത്തതാണ്. പശ്ചിമഘട്ടമാണ് തുടർച്ചയായിട്ട് കാണപ്പെടുന്നത്. ഇനി പൂർവ്വഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? നീലഗിരിയുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് എന്താണ്? ഊട്ടിയാണ് കേട്ടോ. നീലഗിരിയുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ് കേട്ടോ. നീലഗിരിയുടെ രാജ്ഞി ഊട്ടിയാണ്. ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് സെൻട്രൽ ഹൈലാൻഡ്സ് ആണ്, അല്ലെങ്കിൽ മധ്യമേടുകൾ എന്ന് പറയും. സെൻട്രൽ ഹൈലാൻഡ്സ് എന്താണ് അതിൻ്റെ പ്രത്യേകത? നർമ്മദ താപ്തി നദികളുടെ പ്രത്യേകത എന്തായിരുന്നു? പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണ് അല്ലേ. നദികൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? നമുക്കിത് കൃത്യമായിട്ട് പഠിക്കാം അല്ലേ. നർമ്മദ നദിക്ക് വടക്ക് ഭാഗത്തായിട്ടാണ് മധ്യമേടുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഏതാണ്? ആരവല്ലി നിരകളാണ്. അപ്പം മധ്യമേടുകളുടെ പടിഞ്ഞാറ് ആരവല്ലിയാണ്. തെക്ക് ഭാഗം എന്താണ്? നർമ്മദ നദിയാണ്, അല്ലെങ്കിൽ രാജ്മഹൽ കുന്നുകളാണ് കേട്ടോ. തെക്ക് ഭാഗത്ത് രാജ്മഹൽ കുന്നുകൾ, ജാർഖണ്ഡിലാണ് രാജ്മഹൽ കുന്നുകൾ കേട്ടോ. ജാർഖണ്ഡിലെ രാജ്മഹൽ കുന്നുകളാണ് മധ്യമേടുകളുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത്. നർമ്മദ നദിയും തെക്ക് ഭാഗത്താണ്. പ്രധാനപ്പെട്ട പീഠഭൂമികൾ, മധ്യമേടുകളിലെ പ്രധാനപ്പെട്ട പീഠഭൂമി ഏതൊക്കെയാണ്? മാൽവ പീഠഭൂമിയാണ്. പീഠഭൂമി മധ്യമേടുകളിലെ ഏറ്റവും വലിയ പീഠഭൂമി എന്നറിയപ്പെടുന്നത് മാൽവ പീഠഭൂമിയാണ്. നേരത്തെ നമ്മൾ ഡക്കാൻ പീഠഭൂമി പ്രത്യേകത എന്തായിരുന്നു? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും വലിയ പീഠഭൂമിയായിരുന്നു. ഇവിടെ മധ്യമേടുകൾ എന്താണ്? മധ്യമേടുകളിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. മറ്റൊരു പീഠഭൂമിയാണ് ബുന്ദേൽഖണ്ഡ്, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി തുടങ്ങിയവയൊക്കെ മധ്യമേടുകളിലെ പീഠഭൂമികളാണ്. മാൾവ പീഠഭൂമി, ബുന്ദേൽഖണ്ഡ്, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി തുടങ്ങിയവ മധ്യമേടുകളിലെ പീഠഭൂമികളാണ്. ഇത് പഠിച്ചു വെക്കണം. ഇവ മാൾവ പീഠഭൂമി ഡക്കാൻ പ്ലാറ്റ്യൂവിൻ്റെ ഭാഗമാണ് എന്ന് ചോദ്യം വരും. തെറ്റാണ്. ഏതിൻ്റെ ഭാഗമാണ്? മധ്യമേടുകളിലെ പീഠഭൂമി. ഇങ്ങനെയൊക്കെയാണ് PSC ട്വിസ്റ്റ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ഇടുക. അപ്പം നമ്മൾ അതിൽ പെടാൻ പാടുണ്ടോ? ഇല്ല. നമ്മളിതൊക്കെ പഠിച്ചിട്ട് പോകുമ്പോൾ നമ്മളോട് കളി എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അത്തരം ചോദ്യങ്ങളെ കൈകാര്യം ചെയ്യണം. ഓക്കെ, മാൾവ പീഠഭൂമി മധ്യമേടുകളുടെ ഭാഗമാണ്. ഇനി മധ്യമേടുകളിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്? ചമ്പൽ റിവർ, സിന്ധ് റിവർ, കെൻ റിവർ, ബെത്വ റിവർ, സോൺ റിവർ, ദെൻ ദാമോദർ റിവർ. ഇപ്പം നദികൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക. മധ്യമേടുകളിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ്? ചമ്പൽ റിവർ, സിന്ധ് റിവർ, കെൻ റിവർ, ബെത്വ റിവർ, സോൺ റിവർ, ദാമോദർ റിവർ. ക്ലിയർ ആണല്ലോ. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് സോൺ റിവർ കേട്ടോ. ബീഹാറിൻ്റെ ദുഃഖം എന്നാണ് സോൺ റിവർ അറിയപ്പെടുന്നത്. ചമ്പൽ, സിന്ധ്, കെൻ, ബെത്വ, സോൺ, ദാമോദർ. ഓക്കെ, കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മൾ മധ്യമേടുകളിലെ പ്രധാനപ്പെട്ട പീഠഭൂമികളാണ്. ഒന്ന് മാൾവ പീഠഭൂമി, മാൾവ പ്ലാറ്റ്യൂ. ഇത് മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഇത് പരന്നു കിടക്കുന്നത്. മാൾവ പീഠഭൂമി മധ്യപ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലായിട്ടാണ് പരന്നു കിടക്കുന്നത്. ആരവല്ലി നിരകൾക്കിടയിലായിട്ടാണ് മാൾവ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. വിന്ധ്യക്കും ആരവല്ലിക്കും ഇടയിലായിട്ടാണ് മാൾവ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. അപ്പം മധ്യമേടുകളിലെ ഏറ്റവും വലുതാണ് കേട്ടോ. മധ്യമേടുകളിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? മാൾവ പീഠഭൂമിയാണ്. സെൻട്രൽ ഹൈലാൻഡ്സിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് മാൾവ പീഠഭൂമി. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി, ഇതിൻ്റെ വടക്ക് പടിഞ്ഞാറായിട്ട് ആരവല്ലി നിരകളാണ്. തെക്ക് ഭാഗത്ത് വിന്ധ്യയുമാണ് കേട്ടോ. വിന്ധ്യ തെക്ക് ഭാഗത്തും ആരവല്ലി വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുമാണ്. ഈ രണ്ട് പോയിന്റ് എന്ത് ചെയ്യുക? മാൾവ പീഠഭൂമിയുമായി ബന്ധപ്പെടുത്തി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി വിന്ധ്യാനിരകളുടെ പ്രത്യേകത എന്താണ്? തെക്കേ ഇന്ത്യയിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്നത് വിന്ധ്യാനിരകളാണ്. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. വിന്ധ്യയാണോ സത്പുരയാണോ ഇന്ത്യയെ തെക്കെന്നും വടക്കെന്നും വേർതിരിക്കുന്നതെന്ന്. ഓർത്ത് വെക്കുക, മറക്കരുത്. വിന്ധ്യാനിരകൾ ഇന്ത്യയെ തെക്കേ ഇന്ത്യയിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്നു. അടുത്തേതാണ്? സത്പുര നിരകൾ. വിന്ധ്യക്ക് സമാന്തരമായി നർമ്മദ താപ്തി നദികൾക്കിടയിലൂടെ ഉള്ള നിരകളാണ് ഇത് സത്പുര. അപ്പോൾ വിന്ധ്യ നദിക്ക്
അഭിമുഖമായിട്ട് തന്നെ സമാന്തരമായിട്ട് തന്നെ പോലുള്ള മലനിരയാണ് ഇത് സത്പുര നിരകൾ. ഇത് നർമ്മദ നദിക്കും താപ്തി നദിക്കും ഇടയിലായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സത്പുര നിരകളാണ് കേട്ടോ. നർമ്മദക്കും താപ്തിക്കും ഇടയിലുള്ള നിരകൾ ഏതാണെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഏതാണ്? സത്പുര. ഇന്ത്യയുടെ പ്രത്യേകത എന്താണ്? തെക്കേ ഇന്ത്യയെന്നും വടക്കേ ഇന്ത്യയെന്നും വേർതിരിക്കുന്നത് വിന്ധ്യ നിരകളാണ്. ഓക്കെ, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആരവല്ലി അല്ലേ, ആരവല്ലിയുടെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ പഴക്കമേറിയ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിരയാണ്. ഹിമാലയ എന്ന് പറഞ്ഞാൽ എന്താണ്? യങ്ങസ്റ്റ് ഫോൾഡ് മൗണ്ടെയിൻ ആയിരുന്നു. ഏറ്റവും പുതിയ ഏറ്റവും പഴക്കം കുറവായ പർവ്വതനിരയാണ് ഇത് ഹിമാലയ. ഇനി പഴക്കമേറിയ പർവ്വതനിര ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ആരവല്ലിയാണ്. ഇത് റെസിജ്വൽ മൗണ്ടെയിൻ ആണ്. അവശിഷ്ട പർവ്വതം എന്നും ആരവല്ലി അറിയപ്പെടുന്നുണ്ട്. അവശിഷ്ട പർവ്വതം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിനെ റെസിജ്വൽ മൗണ്ടെയിൻ എന്നാണ് അവശിഷ്ട പർവ്വതത്തിന് ഇംഗ്ലീഷിൽ പറയുക. ആരവല്ലിയുടെ പ്രത്യേകത ഏറ്റവും പഴക്കമേറിയ പർവ്വതനിരയാണ്. ഇന്ത്യയിലെ അവശിഷ്ട പർവ്വതമാണ്. ഇതിൻ്റെ ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചിട്ടുണ്ട്. മൗണ്ട് ഗുരുശിഖർ. ആരവല്ലി നിരകളിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് ഗുരുശിഖറാണ്. ആരവല്ലി നിരകളിലെ സുഖവാസ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏതാണ്? മൗണ്ട് അബുവുമാണ്. ഓക്കെ, ഇത് രണ്ടും മാറിപ്പോകരുത്. മൗണ്ട് അബു എന്താണ്? സുഖവാസ കേന്ദ്രമാണ്. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ ഏതാണ്? മൗണ്ട് ഗുരുശിഖറാണ്. ഓക്കെ, മൗണ്ട് ഗുരുശിഖറാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, മൗണ്ട് ഗുരുശിഖർ. ഓക്കെ, അടുത്തത് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഇന്ത്യയുടെ ധാതു കലവറ എന്നും എന്ത് ചെയ്യുന്നുണ്ട്? ചോട്ടാ നാഗ്പൂർ പീഠഭൂമി അറിയപ്പെടുന്നുണ്ട്. ഇപ്പം പെനിൻസുലാർ പ്ലാറ്റ്യൂ ആണ് നമ്മുടെ ധാതു കലവറ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇനി ചോട്ടാ നാഗ്പൂർ പീഠഭൂമി സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്ത് പറയാം? ഇന്ത്യയുടെ ധാതു കലവറ എന്ന് ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ നമുക്ക് പറയാം. ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്? പരേഷ്നാഥാണ്. ഈ പോയിന്റുകൾ എന്ത് ചെയ്യുക? ചോട്ടാ നാഗ്പൂർ പീഠഭൂമിയുമായി ബന്ധപ്പെടുത്തി പഠിച്ചു വെക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ആരവല്ലി നിരകൾ, ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഓക്കെ, ഇവിടെ ചോദ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഉത്തരം എന്നെല്ലാവരും ഒന്ന് പറഞ്ഞേ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ആരവല്ലി പർവ്വതവുമായി ബന്ധമില്ലാത്തതാണ് കേട്ടോ. ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ആരവല്ലിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന നമ്മൾ നേരത്തെ പഠിച്ചതാണല്ലോ അല്ലെ. ആരവല്ലി പഠിച്ചതാണ്. പഴക്കമേറിയതാണ്. അവശിഷ്ട പർവ്വതമാണ്. മൗണ്ട് ഗുരുശിഖർ ഉയരം കൂടിയ കൊടുമുടിയാണ്. സുഖവാസ കേന്ദ്രം മൗണ്ട് അബു ആണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ്. ഇത് ശരിയാണല്ലോ അല്ലേ? ഇത് ശരിയാണ്. രണ്ടാമത്തെ ഏതാണ്? ഈ പർവ്വതനിരയുടെ ഭാഗമാണ് മൗണ്ട് അബു അല്ലെ. മൗണ്ട് അബു സുഖവാസ കേന്ദ്രമാണ് ആരവല്ലിയിലെ. ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണേത്? ഗുരുശിഖർ, മൗണ്ട് ഗുരുശിഖർ. ഏറ്റവും ഉയർന്ന കൂടിയ കൊടുമുടി മൗണ്ട് ഗുരുശിഖറാണ്. നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നാലാമത്തെ ഓപ്ഷൻ എന്താണ്? ഡൂൺ താഴ്വരകൾ. ഡൂൺ നമുക്കറിയാം. ഡൂൺ താഴ്വരകൾ ഡെറാഡൂൺ ഉത്തരാഖണ്ഡിലൊക്കെയാണ് ഡൂൺ താഴ്വരകൾ നമ്മൾ കാണപ്പെടുന്നത്. അപ്പം നാലാമത്തെ ഓപ്ഷനാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്? തെറ്റായിട്ടുള്ളത്. അപ്പം ഇവിടെ ഉത്തരം ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പം ഇങ്ങനെയാണ് ചോദ്യം വരിക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു രീതിയിൽ ചോദ്യങ്ങളെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം? പഠിക്കാൻ പോകണം. നമ്മൾ ഒരുപാട് പഠിച്ചിട്ട് കാര്യമില്ല. അവിടെ ചോദ്യങ്ങൾ PSCക്ക് ഇഷ്ടമുള്ള മേഖലകൾ കണ്ടെത്തി ആ മേഖലകളിൽ നമ്മൾ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഏറ്റവും മുൻപന്തിയിലേക്ക് വരാൻ കഴിയുള്ളൂ അല്ലേ. PSC ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വളരെ ഷോർട്ടായിട്ടുള്ള ടൈമിലും നമുക്ക് എന്ത് ചെയ്യാം? വലിയ എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ പഠിക്കണം? PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉള്ള മേഖലകൾ കണ്ടെത്തി ആ മേഖലകൾ കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിച്ചാൽ മതി. ഈ ഒരു ചോദ്യോത്തരം മനസ്സിലായല്ലോ. ഇനി അവസാനത്തെ മൂന്നാമത്തെ കാറ്റഗറിയാണ് ഇത് വടക്ക് കിഴക്കൻ പീഠഭൂമി അല്ലേ. വടക്ക് കിഴക്കൻ പീഠഭൂമി എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. അതായത് നോർത്ത് ഈസ്റ്റേൺ മേഖലയിൽ. അപ്പം വടക്ക് കിഴക്കൻ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമല്ല എന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് തന്നെ ശരിയോ തെറ്റോ? തെറ്റാണ്. കാരണം എന്താണ്? വടക്ക് കിഴക്കൻ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്. അസമിൽ ഇത് അറിയപ്പെടുന്നത് കർബി ആംഗ്ലോങ് പീഠഭൂമി എന്നാണ് കേട്ടോ. വടക്ക് കിഴക്കൻ പീഠഭൂമി അസമിൽ അറിയപ്പെടുന്നത് കർബി ആംഗ്ലോങ് പീഠഭൂമി എന്നാണ്. അതേപോലെ തന്നെ മേഘാലയയിൽ ഷില്ലോങ് പീഠഭൂമി എന്നും വടക്ക് കിഴക്കൻ പീഠഭൂമി അറിയപ്പെടുന്നുണ്ട്. കർബി ആംഗ്ലോങ് പീഠഭൂമി, ഷില്ലോങ് പീഠഭൂമി എന്നൊക്കെ അറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ പീഠഭൂമിയാണ്. അപ്പം സിലിഗുരി ഇടനാഴി ഈ ഒരു പീഠഭൂമിയിലൂടെയാണ്. അതായത് സിലിഗുരി ഇടനാഴി എന്ന് പറഞ്ഞാൽ ചിക്കൻ നെക്ക് കോറിഡോർ എന്നാണ് അറിയപ്പെടുന്നത്. ചിക്കൻ നെക്ക് കോറിഡോർ. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലെ ഒരു ഹൈ റേഞ്ചാണ് സിലിഗുരി. അതായത് നമുക്ക് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഒരു ഏരിയ ആണ് ഇത് സിലിഗുരി എന്ന് പറയുന്നത്. സിലിഗുരി ഇടനാഴി ഇംഗ്ലീഷിൽ പറയുക ചിക്കൻ നെക്ക് കോറിഡോർ വടക്ക് കിഴക്കൻ പീഠഭൂമിയുടെ ഭാഗമാണ്. ഗാരോ ജൈന്തിയ കുന്നുകൾ എവിടെയാണ്? വടക്ക് കിഴക്കൻ പീഠഭൂമിയിലാണ്. ഇത്രയുമാണ് നമുക്ക് പീഠഭൂമിയുമായി ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളത്. ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോയിട്ടുണ്ടോ? ഈ മേഖലയിൽ നിന്ന് ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കഴിയും.
ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഒരു ചോദ്യം കൂടി നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുടെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനയാണ് അല്ലേ, ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ഉത്തര മഹാസമതലത്തിന് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. ശരിയല്ലേ? ആണ്. ഇനി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് മേഘാലയ പീഠഭൂമി അല്ലേ, നമ്മൾ പഠിച്ചതല്ലേ മേഘാലയ പീഠഭൂമി അല്ലെങ്കിൽ ഷില്ലോങ് പീഠഭൂമി എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ്, വടക്ക് കിഴക്കൻ പീഠഭൂമിയുടെ ഭാഗമാണ്. രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണ് ലഡാക്ക് പീഠഭൂമി. നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ലഡാക്ക് പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമല്ല. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. നാലാമത്തെ പ്രസ്താവന എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയുടെ പ്രദേശം നിരവധി പീഠഭൂമികൾ അല്ലേ, ഉപദ്വീപീയ പീഠഭൂമി നമ്മൾ ഒരുപാട് കർണാടക പീഠഭൂമി, ഡക്കാൻ പീഠഭൂമി, മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി തുടങ്ങി ഒരുപാട് പീഠഭൂമികൾ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതൊക്കെയാണ്? 1, 2, 4 ശരിയായിട്ടുള്ള ഉത്തരം. മൂന്നാമത്തെ പ്രസ്താവന എന്താണ്? തെറ്റാണ്. ലഡാക്ക് പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമല്ല. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമാണല്ലോ. അപ്പം ഇങ്ങനെ പരീക്ഷയ്ക്ക് PSC ചോദിക്കുന്ന രീതി പണ്ട് പഠിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആ രീതിയിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സ്മാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ മേഖലകളിലും കവർ ചെയ്യാനും നല്ല സ്കോർ എന്ത് ചെയ്യാം? നേടിയെടുക്കാനും കഴിയും. ഓക്കെ, കൃത്യമാണല്ലോ ഞാൻ പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. അപ്പം വളരെ ചെറിയൊരു ക്ലാസ്സാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ജോഗ്രഫിയിലെ മേഖലയായിട്ടുള്ള ഉപദ്വീപീയ പീഠഭൂമി എന്ന ഭാഗമാണ് ഈ ഒരു ചെറിയ സമയത്ത് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി AZB അക്കാദമിയുടെ ഒരു 1 ഇയർ ലോങ് ബാച്ചിൽ ചേരാൻ താല്പര്യമുള്ള ആളുകൾ, ഇപ്പോൾ തുടക്കക്കാരൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? A to Z വരെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ AZBയുടെ ഒരു 1 ഇയർ വാലിഡിറ്റിയുള്ള ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഗൈഡൻസും നമ്മുടെ എക്സ്പേർട്സ് നൽകുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലിയിൽ തന്നെ എത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നിങ്ങളോടൊപ്പം എപ്പോഴും AZB അക്കാദമി ഉണ്ടാകും. താങ്ക് യു. നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.